ഈ ഒരു ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നാളെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ആപ്പ് ഉണ്ട് എന്നല്ല, ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. 2019 റെഡിറ്റിലും അതേപോലെ ചില ടെലഗ്രാം ഗ്രൂപ്പുകളിലും അനോണിമസ് ആയി ഒരു ആപ്പ് പ്രത്യക്ഷപ്പെട്ടു. വളരെ വേഗം തന്നെ അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുകയും ചെയ്തു. ഫ്യൂച്ചർ മീ ട്രേസ് എന്ന് പറയുന്ന ആപ്പ് ആയിരുന്നു അത്. ഫ്യൂച്ചർ മീ ട്രേസ് എന്നായിരുന്നു ആ ആപ്പിന്റെ പേര്. പ്ലേ സ്റ്റോറിലും അതേപോലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ ലഭ്യമായിരുന്നില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഡെവലപ്പറിന്റെ പേരോ ഡീറ്റെയിൽസോ എവിടെയും ഇല്ലായിരുന്നു. അനോണിമസ് ആയി വന്ന ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ആപ്പ്. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി ഒന്നും ആർക്കും അറിയില്ല. ആരാണ് ഡെവലപ്പർ, എന്താണ് ഒന്നും അറിയില്ല. എന്നാലും കൗതുകം കൊണ്ടോ കഴപ്പ് കൊണ്ടോ ആൾക്കാർ ഇത് ഇൻസ്റ്റാൾ ചെയ്തു, ഒരുപാട് പേര് ഇത് യൂസും ചെയ്തു. അപ്പൊ ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, ഇതിലെ ഏറ്റവും വലിയ മിസ്റ്ററിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എൻറ്റയർലി ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ. ആ സ്ക്രീനിന്റെ നടുവിലായിട്ട് ഒത്ത സെന്ററിലായിട്ട് ഒരു ടെക്സ്റ്റ് ഉണ്ട്. ചെക്ക് എന്നാണ് ആ ടെക്സ്റ്റ്. ഓക്കെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള ഷോർട്ട് പ്രഡിക്ഷൻസ് ഈ ആപ്പ് നമുക്ക് തരും. ഓക്കെ, അപ്പൊ ആദ്യം ആൾക്കാർ അതിനെ ചിരിച്ചു തള്ളി. കാരണം ചില പ്രഡിക്ഷൻസ് ഇങ്ങനെയായിരുന്നു: നാളെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഫോൺ കോൾ മിസ്സാകും. അതേപോലെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അതേപോലെ നാളെ നിങ്ങൾ ട്രാവലിംഗ് കംപ്ലീറ്റ് ആയി ഒഴിവാക്കണം, അല്ലെങ്കിൽ വലിയൊരു അപകടം നിങ്ങളെ തേടിയെത്തും. ഈ രീതിയിലൊക്കെയായിരുന്നു പ്രഡിക്ഷൻസ്. ആൾക്കാർ അതിനെ കംപ്ലീറ്റ്ലി ചിരിച്ചു തള്ളി. കാരണം ഏതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, വളരെ റാൻഡമായിട്ടൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ആപ്പിൽ ചെക്കെന്ന് കാണിക്കുന്നു, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, എന്തൊക്കെയോ പ്രഡിക്ഷൻസ് കാണിക്കുന്നു. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇതെല്ലാവരും എഴുതി തള്ളുന്നു. പക്ഷെ കളി കാര്യമാവാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. കാരണം അതിലൊരു യൂസറിന് കിട്ടിയ പ്രഡിക്ഷൻ ഇങ്ങനെയായിരുന്നു: കൃത്യം 12 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ നിശ്ചലമാവും, പ്രവർത്തനരഹിതമാവും. യൂസർ അത് കാര്യമാക്കിയില്ല. എന്നാൽ കൃത്യം 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ ഡെഡായി, കംപ്ലീറ്റ്ലി ഓഫായി. ഓക്കെ, അപ്പം ആൾക്ക് പേടിയായി. അതേപോലെ മറ്റൊരു യൂസറിന്റെ അനുഭവം പറയാം. മറ്റൊരു യൂസർക്ക് കിട്ടിയ പ്രഡിക്ഷൻ ഇങ്ങനെയായിരുന്നു: ഇന്ന് രാത്രി എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കതക് തുറക്കരുത്. ഇതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ പ്രഡിക്ഷൻ. രാത്രിയായപ്പോൾ തന്റെ വീടിന്റെ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്നത് കേട്ട് ഈ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ മറന്ന വ്യക്തി നേരെ പോയി ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഡോർ ഓപ്പൺ ചെയ്ത് അദ്ദേഹം ഞെട്ടി. കാരണം വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് പോലീസുകാരായിരുന്നു, കോപ്സ്. അതെ, അവിടുത്തെ പോലീസുകാർ അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ മിഡ് നൈറ്റിൽ പാതിരാത്രി വന്ന് നിൽക്കണം. ഒന്ന് ഓർത്തു നോക്കി, ഏതൊരു മനുഷ്യനാണെങ്കിലും കിളി പറക്കും ഇല്ലേ? എന്നാൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പോലീസുകാർ മറ്റൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വീട് മാറി കയറിയതാണ് ഇയാളുടെ വീട്ടിൽ. എന്നിരുന്നാൽ പോലും പ്രഡിക്ഷൻ കറക്റ്റായി, അല്ലെങ്കിൽ പ്രഡിക്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിനെ പേടിക്കാൻ തുടങ്ങി. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞുവെങ്കിലും ഇതുപോലെ മറ്റൊരുപാട് പ്രഡിക്ഷൻസ് കറക്റ്റായി വരാൻ തുടങ്ങി. സോ ആളുകൾക്ക് ഉൾഭയം തുടങ്ങി, ആളുകൾക്ക് പേടിയാകാൻ തുടങ്ങി. പലരും ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. പക്ഷെ എന്നിട്ടും ഇവരെ ചുറ്റിപ്പറ്റി ചില വിചിത്രമായ സംഭവങ്ങൾ